ഇന്നും പുനരധിവാസ പട്ടികയിൽ നിന്ന് പുറത്തായി എന്ന് പറഞ്ഞുകൊണ്ട് പാവങ്ങൾ പ്രതിഷേധിക്കുന്നത് നമ്മൾ കണ്ടു. ആ പട്ടികയിൽ നിന്ന് പുറത്തായവരുടെ ദുരിതം അവർ വിവരിക്കുന്നത് നമ്മൾ കണ്ടു. അത് വയനാടിൻ്റെ മറ്റൊരു ഭാഗത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ്, അവിടെ സബ് കളക്ടറെ പഴി പറയുന്നു, അതൊരു ഭാഗത്ത് നടക്കുന്നുണ്ട്. അങ്ങനെ പറയുമ്പോഴാണ് ഇപ്പുറത്ത് പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും നേടിയ ആധികാരിക വിജയത്തിൻ്റെ പിന്നിലുള്ളത് വർഗീയ ഘടകങ്ങളാണ് എന്ന് പറഞ്ഞു വെക്കാൻ CPIM-ന്റെ ഏറ്റവും മുതിർന്ന ബോഡിയിലിരിക്കുന്ന ഒരു നേതാവ് ശ്രമിക്കുന്നത് എന്നുള്ളത് ശരിക്കും ലജ്ജാകരമാണ്. പാർട്ടിയെ തന്നെ നാണം കെടുത്തുന്ന ഒരു പരാമർശമായി പോയി വിജയരാഘവൻ നടത്തിയത് എന്നതാണ് ഈ വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത്. ഇനി കോൺഗ്രസും മുസ്ലിം ലീഗും അതുപോലെ തന്നെ മുസ്ലിം മത ന്യൂനപക്ഷത്തിൽപ്പെട്ട വിവിധ സംഘടനകളുടെ സാമുദായിക സംഘടനകളുടെയൊക്കെ ഉൾപ്പെട്ട ആളുകൾ എല്ലാവരും പ്രിയങ്ക ഗാന്ധിയുടെ വിജയത്തിനായി പ്രയത്നിച്ചിട്ടുണ്ട് എന്നുള്ളതൊരു പരസ്യമായ രഹസ്യമാണ്. അതിൽ ഏതെങ്കിലും തരത്തിൽ വർഗീയ ഘടകങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെയുള്ള വോട്ടുകൾ നേടിയിട്ടാണ് ജയിച്ചത് എന്നൊക്കെ പറയുമ്പോൾ അതെന്താണ് എന്ന് സ്പെസിഫൈ ചെയ്യാതെ കാർഡടച്ച് വെടിവെക്കുന്നതിൽ ഒരു കാര്യവുമില്ല.